ഇന്ന് നോമ്പിൻ്റെ 7-ാം ദിവസം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇരുന്നു കൊണ്ട് നമ്മളിന്ന് ധ്യാനിക്കുക അത്ഭുതങ്ങളെക്കുറിച്ചാണ്. നോമ്പ് ഇന്ന് നമ്മുടെ സഭയിൽ ധാരാളം പേരെടുക്കുന്നുണ്ട്. സഭയുടെ നോയമ്പായതുകൊണ്ട് പ്രത്യേക നിയോഗങ്ങൾക്കായിട്ട് ആ ദിവസങ്ങൾ മാറ്റിവെക്കുകയാണ് ചെയ്യാറുള്ളത്. ഈ നോമ്പിലൂടെ എന്താണോ ഒരു വിശ്വാസി നേടിയെടുക്കുന്നത്, ആ ഒരു ചിന്ത ഈ അത്ഭുതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോമ്പും പ്രാർത്ഥനയുമായിട്ട് തീർത്ഥാടന ദേവാലയങ്ങളിലേക്ക് പോവുക, വീടുകളിൽ ധർമ്മം ചോദിച്ചു ചെന്ന് ആ പണം കൊണ്ട് നേർച്ചയിടുക, മുട്ടിന്മേൽ നിന്നുകൊണ്ടും മറ്റ് നമ്മളെ ത്യാഗത്തിലേക്ക് നയിക്കുന്നതായ ഉരുളിച്ച മുട്ടിന്മേൽ നീന്തുക, അങ്ങനെ പലവിധ അഭ്യാസ പ്രകടനങ്ങളിലൂടെയും നമ്മുടെ ഭക്തി പ്രകടമാക്കുകയും അതിലൂടെ നമ്മൾ എന്താണോ നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയുമാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഒന്നിൽ വ്യക്തിപരമായ നേട്ടങ്ങൾ, അല്ലെങ്കിൽ കുടുംബത്തിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ. അത് രോഗങ്ങളുടെ സൗഖ്യമാകാം, തൊഴിലാകാം, ഭവനമാകാം, കടങ്ങളുടെ വീട്ടലാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നുള്ള മോചനമാകാം, ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണമാകാം. അങ്ങനെ ചെറുതും വലുതുമായ ഭൗതിക നേട്ടങ്ങളാണ് നമ്മുടെ നോമ്പിൻ്റെ പ്രധാന ലക്ഷ്യം. അതിന് ഉതകുന്നതായ പ്രേരണകളാണ് സഭാ അധികാരികളിൽ നിന്നും വിശ്വാസി സമൂഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ദോഷഫലം എന്താണ് എന്ന് ചോദിച്ചാൽ, അത്ഭുതങ്ങളുടെ പുറകെ പോയ ഒരു വ്യക്തിയും യേശുവിനെ കുരിശിൻ ചുവട്ടിൽ കണ്ടില്ല. യേശുവിൻ്റെ അത്ഭുതങ്ങളുടെ ഫലം അനുഭവിച്ച അനേകം വ്യക്തികളുണ്ടായിരുന്നു. ആ വ്യക്തികളൊക്കെയും യേശുവിൽ നിന്ന് അകന്നു പോകുന്ന അനുഭവമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ ആരാണ് ഉണ്ടായിരുന്നത്? അത്ഭുത രോഗശാന്തിക്കാരുമല്ല, അത്ഭുതം കിട്ടിയവരുമല്ല. തങ്ങളെക്കുറിച്ച് തന്നെ ആഴത്തിൽ ചിന്തിക്കുകയും അനുതപിക്കുകയും തങ്ങൾ ഏത് ജീവിത അവസ്ഥയിലായിരുന്നു അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തി ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക്, അനുരഞ്ജനത്തിൻ്റെ അവസ്ഥയിലേക്ക്, വിശുദ്ധിയുടെ അവസ്ഥയിലേക്ക് കടന്നു വന്ന സ്ത്രീകളും വ്യക്തികളുമാണ് ആ കുരിശിൻ ചുവട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ അത്ഭുതക്കാരുടെ അല്ല, ദൈവത്തിൻ്റെ അത്ഭുതകരമായ നേട്ടങ്ങൾ നേടിയവരൊക്കെയും താൽക്കാലികമായ ഒരു ഭക്തി അഭ്യാസമാണ് നടത്തിയത്. അവർക്ക് സഹനങ്ങളെ, പ്രതിസന്ധികളെ നേരിടാൻ പറ്റത്തില്ല. അപ്പം ഇന്നും നമ്മുടെ സഭയിൽ നടക്കുന്ന ഒരു പ്രവണതയാണിത്. ഇന്ന് ഇടവക ദേവാലയത്തിൽ കിട്ടാത്ത അത്ഭുതം മറ്റ് ദേവാലയങ്ങളിലേക്ക് തേടിപ്പോകും. ഒന്നിലും നമ്മൾ സംതൃപ്തരല്ല. അതുകൊണ്ടാണ് ഒന്ന് ലഭിക്കുമ്പോൾ മറ്റൊന്നിനു വേണ്ടി നമ്മൾ പരക്കം പായുന്നത്. ആ പരക്കം പാച്ചിൽ നമ്മുടെ മരണത്തോടു കൂടി മാത്രമേ അവസാനിക്കുകയുള്ളൂ. ധ്യാനമന്ദിരങ്ങൾ മാറി മാറി പോകുന്നു, ധ്യാനഗുരുക്കന്മാരെ മാറി മാറി കാണുന്നു, അത്ഭുത പ്രവർത്തകരുടെ പുറകെ പോകുന്നു. അങ്ങനെ നമ്മൾ ദിവസവും ഓടിക്കൊണ്ടിരിക്കുക. കാരണം ഒന്നിലും നമ്മൾ തൃപ്തരല്ല. അതുകൊണ്ടാണ് യേശു സമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞത്, നീ കുടിക്കുന്ന ജലം വീണ്ടും വീണ്ടും കുടിക്കും, കാരണം ദാഹിക്കുന്ന ജലമാണ്. എന്നാൽ ഞാൻ തരുന്ന ജലം കുടിച്ചാൽ നിനക്കൊരിക്കലും ദാഹിക്കില്ല. അപ്പം
ദൈവം തരുന്ന ആ ജീവജലം കുടിക്കാൻ ആരും തയ്യാറല്ല. ഈ ലോകത്തിൻ്റെ ജലം, അതായത് ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ഇങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുക. ആ പരക്കം പാച്ചിൽ ചെന്നെത്തുന്നതാകട്ടെ ദൈവത്തിൽ നിന്നും വളരെ അകലെയാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ബാഹ്യമായ ഭക്തി പ്രകടനങ്ങളൊക്കെ കാണാം. ദിവസവും ദേവാലയത്തിൽ പോകുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, നൊവേന ചൊല്ലിക്കുന്നു, എല്ലാ ഭക്താഭ്യാസങ്ങളും കാണിക്കുന്നു. പക്ഷേ വിശ്വാസത്തിന് എതിരായ ഒരാക്രമണം ഉണ്ടാകുമ്പോൾ, സഭയ്ക്കെതിരായ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ ഇവരതിൽ നിന്നെല്ലാം ഓടി ഒളിക്കുകയാണ്. അതിന് ചിലപ്പോൾ അവർ ഒത്തിരി വചനങ്ങളൊക്കെ കണ്ടുപിടിക്കും. ഒരു ചെവിട്ടത്തടിക്കുന്നവൻ്റെ മറു ചെവിട്ടത്തൂടി കാണിച്ചു കൊടുക്കാൻ ഈശോ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ശത്രുക്കളോട് ക്ഷമിക്കാൻ ആണ് യേശു പഠിപ്പിച്ചത്. ഇങ്ങനെ ഒത്തിരി ന്യായങ്ങൾ ഇങ്ങനെയുള്ള ഭക്ത അഭ്യാസം നടത്തുന്നവർ പറയാറുണ്ട്. കാരണം അവർ ഓടി ഒളിക്കുകയാണ്. അവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, സ്വന്തം താല്പര്യം സംരക്ഷിക്കുക. അപ്പോൾ ഇത് നമ്മുടെ സഭയിലെ ധ്യാന ഗുരുക്കന്മാർ, പുരോഹിതർ, സന്യസ്തരൊക്കെ ഒരു സ്വയം തൊഴിൽ പോലെ സ്വീകരിച്ചിരിക്കുക. അവർക്ക് സഭയോ പരിശുദ്ധ കൂദാശകളോ പ്രശ്നമല്ല. അവർക്കതിന് വലിയ പ്രാധാന്യമൊന്നും അവരിപ്പോൾ കൊടുക്കാറില്ല. അപ്പോൾ അത് എങ്ങനെ മനുഷ്യൻ്റെ ബലഹീനതയെ ചൂഷണം ചെയ്ത് നേട്ടമുണ്ടാക്കാമോ അതിന് വേണ്ടിയിട്ടാണ് അവർ പരിശുദ്ധ കുർബാനയെ പോലും ഉപയോഗിക്കുക. അതുകൊണ്ടാണ് പുരോഹിതർ പറയുന്നത്, പരിശുദ്ധ കുർബാനയിൽ ഒരു ഓളം ഉണ്ടാകണമെങ്കിൽ ആ ഓളം ഉണ്ടായെങ്കിൽ മാത്രമാണ് നമ്മുടെ ഒരു മാനസിക ഉല്ലാസം എന്നൊക്കെയുള്ള രീതിയിൽ പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന പുരോഹിതൻ ചെല്ലേണ്ടുന്നതായ പ്രാർത്ഥനയൊക്കെ സമൂഹത്തിലെ സ്ത്രീകളെ കൊണ്ടും മറ്റു വ്യക്തികളെ കൊണ്ടും ഒക്കെ ചെല്ലിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുള്ളത് പരിശുദ്ധ കുർബാനയിൽ സമൂഹ ബലി, അതായത് ഒന്നിലധികം പുരോഹിതർ പങ്കെടുക്കുമ്പോൾ പ്രധാന പുരോഹിതൻ മാത്രമാണ് ചൊല്ലുന്നത്. പിന്നെ അദ്ദേഹം കൊടുക്കുന്നതായ പ്രാർത്ഥനകൾ മാത്രം ആ വ്യക്തി മാത്രമാണ് ചെല്ലുന്നത്, ആ പുരോഹിതൻ മാത്രമാണ് ചെല്ലുന്നത്. പ്രധാന പുരോഹിതൻ എന്ന് പറഞ്ഞ ഒരാളേ ഉള്ളൂ. പിന്നെ സഹകാർമ്മികരായിട്ട് നിൽക്കുന്നവർ അവർക്ക് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനകളാണ് ചൊല്ലുന്നത്. അപ്പം നമ്മുടെ കൂദാശകൾ, അതുപോലെ തന്നെ പരിശുദ്ധ കുർബാന, തക്സ, ഇതൊക്കെ ചുമ്മാ എഴുതപ്പെട്ടതൊന്നുമല്ല. ഇത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവനിവേശിതമൊക്കെ ആയിട്ട് എഴുതപ്പെട്ടതാണ്. അതിനെ ഒരു പുരോഹിതനും ഒരു മെത്രാനും തിരുത്താനുള്ള അവകാശവുമില്ല. അത് കൂട്ടിച്ചേർക്കാനോ മറ്റുള്ളവരെ അതിലേക്ക് ആകർഷിക്കാൻ, അതിനെ ഉല്ലാസകരമാക്കി തീർക്കാനോ അല്ലെങ്കിൽ മേളമാക്കി തീർക്കാനോ ഒന്നുമുള്ള അധികാരമില്ല. അത് വലിയ പാപവും തിന്മയുമാണ്. അത് വിശ്വാസികളെ കൂദാശകളിൽ നിന്ന് അകറ്റാൻ മാത്രമേ ഉതകത്തുള്ളൂ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സാത്താനാണ്. എങ്ങനെ കൂദാശ പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയെ എങ്ങനെ അവഹേളിക്കാം, അതിൽ നിന്ന് വിശ്വാസ സമൂഹത്തെ എങ്ങനെ അകറ്റാം എന്നുള്ള തന്ത്രം പുരോഹിതരിലൂടെ നടത്തുന്ന ഒരു പ്രവർത്തനമാണ് കുർബാനയിലെ ഈ അനവസരത്തിലുള്ള പ്രവർത്തനങ്ങൾ. ഒരു ഓളമായിട്ട് അതിനെ മാറ്റുന്നത്, ഒരു ഷോ ആയിട്ട് അതിനെ മാറ്റുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഭക്താഭ്യാസത്തിൻ്റെ പുറത്ത് കാണിക്കും, ഉച്ചത്തിലെല്ലാവരും പ്രാർത്ഥിക്കും. പക്ഷേ അതിൻ്റെ മറവിൽ മറഞ്ഞിരിക്കുന്ന തിന്മ, സാത്താൻ്റെ തന്ത്രം, അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോമ്പെടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പം യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ ഈ നേട്ടങ്ങൾ കൊയ്തവരാരും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം, അതിനകത്ത് ഒരു സമൂഹം, കുറേ ആൾക്കാരെല്ലാം കൂടി ഒരു തളർവാദ രോഗിയെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ജനക്കൂട്ടം കാരണം നേരിട്ട് എത്തിക്കാൻ പറ്റത്തില്ല. ഒരു പെരയുടെ മേൽക്കൂര പൊളിച്ച് അതിലൂടെ ആ രോഗിയെ കട്ടിൽ താഴെ ഇറക്കുക. അപ്പോൾ എന്തുമാത്രം തീക്ഷ്ണമായ ഒരു വിശ്വാസമാണ്. അതിന് വിശ്വാസമെന്ന് തന്നെയാണോ പറയേണ്ടത്? വിശ്വാസമെന്ന് നമുക്കതിനെ പറയാം. കാരണം യേശു ഒത്തിരി പേരെ സൗഖ്യപ്പെടുത്തുന്ന കണ്ട വ്യക്തികൾ, എന്നാൽ ഈ വൈദ്യൻ്റെ അടുത്തേക്ക് ഈ രോഗിയെ കൂടെ കൊണ്ടുവന്ന് അദ്ദേഹവും സൗഖ്യപ്പെടും. ഒരുപക്ഷെ ആ മനുഷ്യനോടുള്ള കരുണയും സ്നേഹവും അദ്ദേഹം അനുഭവിക്കുന്നതായ ബുദ്ധിമുട്ടുകളിൽ നിന്നുള്ള ഒരു വിടുതലും ഒക്കെ ആയിക്കോട്ടെ എന്ന് കരുതിയാകാം ആ സമൂഹം യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. യേശു അന്നേരം അവിടെ പറഞ്ഞത്, തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിൻ്റെ പാവങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ഈ പാവങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ പിറുപിറുപ്പുണ്ടായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്,
നമ്മുടെ പല രോഗങ്ങളുടെയും തകർച്ചകളുടെയും പ്രധാന കാരണം പാപമാണ് എന്ന് പറയുന്നു. പാപം നമ്മളെ മരണത്തിലേക്ക് നയിക്കുന്നു, നമ്മുടെ ആരോഗ്യം ക്ഷയിപ്പിക്കുന്നു. അല്ല, ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ല. നമ്മൾ പാപം ചെയ്യാൻ ഏത് മാധ്യമമാണോ ഉപയോഗിച്ചത് ആ മാധ്യമം തന്നെയായിരിക്കും നമ്മളെ ശിക്ഷിക്കുക, അല്ലെ നമ്മളെ രോഗിയാക്കുകയോ മരണത്തിലേക്ക് നയിക്കുകയോ ചെയ്യുക. അവിടെ ദൈവത്തിന് യാതൊരു റോളുമില്ല. കാരണം ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത്. അവൻ്റെ ലഭിച്ച അറിവ് അവനത് ദുരുപയോഗം ചെയ്യുന്നു. മനുഷ്യനും നന്മയും തിന്മയും വേർതിരിച്ചുള്ള അറിവ് ലഭിച്ചു. ആ അറിവ് അവന് ദുരുപയോഗം ചെയ്യുന്നു. രണ്ടാമത്, അവന് ജീവനും മരണവും ആണ് അവൻ്റെ മുന്നിലുള്ളത്. അവന് ഏത് വേണേലും തിരഞ്ഞെടുക്കാം. കാരണം ഇവന് മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്താണ് ദൈവം സൃഷ്ടിച്ചത്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യമുണ്ട്. സഭയിലുള്ളവർക്കും സഭയ്ക്ക് വെളിയിലുള്ളവർക്കെല്ലാം സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് അവൻ തിരഞ്ഞെടുക്കുന്നത് എന്താണോ അതാണ് അവനെ മുന്നോട്ട് നയിക്കുക. ഇതാണ്. അതേസമയത്ത് ലൂക്കായുടെ സുവിശേഷം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു അന്ധനായ വ്യക്തിയെ സൗഖ്യപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം പരിസേര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവൻ ജനിച്ചത് ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം മൂലമാണോ അതോ ഇവൻ്റെ പാപം മൂലമാണോ അന്ധനായിട്ട് ജനിച്ചത്? അപ്പോൾ ദൈവം പറയാണ്, ആരുടെയും പാപം മൂലമൊന്നുമല്ല, അത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ രണ്ട് അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേൽ സമൂഹത്തിൽ ഉണ്ടായിരുന്നായ ചില അന്ധമായ വിശ്വാസങ്ങളും അതുമൂലം അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരുന്ന പീഡനങ്ങളും മാനസിക പീഡനങ്ങളും അടിമത്തങ്ങളും, ഇതിനെതിരെയുള്ള ഈശോയുടെ പ്രവർത്തനമാണ് പല അത്ഭുതങ്ങളും എന്ന് പറയുന്നത്. ഒരിടത്ത് പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാപിയായ മനുഷ്യനെ രക്ഷിക്കാനാണ് ഞാൻ കടന്നു വന്നതെന്നും പാപങ്ങൾ ക്ഷമിക്കാൻ എനിക്ക് അധികാരമുണ്ടെന്നും ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്നും ദൈവം എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് നിങ്ങളെ പാപത്തിൻ്റെ അടിമയത്തിൽ നിന്ന് മോചിപ്പിച്ച് നിത്യജീവൻ നൽകാനുമാണെന്നുമുള്ള ഒരു സന്ദേശം കൊടുക്കുകയാണ്. അപ്പോൾ അവരെ പിറുവിർത്തി കഴിഞ്ഞപ്പോൾ അപ്പം മനുഷ്യപുത്രന് പാവങ്ങൾ മോചിക്കാൻ അധികാരമുണ്ട് എന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടി ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുക, നീ നിൻ്റെ കിടക്കയും എടുത്തുകൊണ്ട് പോവുക. എന്നാൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഈ അത്ഭുതത്തിൽ ഇവിടെയും ഇസ്രായേൽ ജനത്തിൻ്റെ അന്ധമായൊരു വിശ്വാസത്തിന് മറുപടി കൊടുക്കുകയാണ്. ഒരു മനുഷ്യൻ രോഗിയാകുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനും, രണ്ടാമത് അവൻ്റെ പാപങ്ങൾ മൂലവും. പാപങ്ങൾ മൂലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വളരെ ലാഭത്തിന് വേണ്ടി നമ്മൾ ഭക്ഷണത്തിൽ മായം ചേർക്കുമ്പോൾ നമ്മൾ പാപം ചെയ്യുന്നു. ആ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ രോഗിയായിട്ട് മാറുന്നു. ഇതുകൊണ്ടാണ് പാപം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഇപ്പം ഇന്ന് അറിയാം, നമുക്ക് അടുക്കളയിൽ ജോലി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഫാസ്റ്റ് ഫുഡ് കൂടുതലായിട്ട് മേടിക്കുന്നു, അത് രുചികരമാകുന്നു. ആ രുചി കൂടാൻ വേണ്ടിയിട്ട് ഒത്തിരി കെമിക്കൽ ഉപയോഗിക്കുന്നു, അത് നമുക്ക് രോഗമായിട്ട് തീരുന്നു. അപ്പം ഭക്ഷണത്തോട് നമ്മൾ കാട്ടുന്ന തിന്മ, ആ തിന്മയാണ് നമ്മളെ രോഗിയാക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, അത് നിന്നോട് ക്ഷമിച്ചിരിക്കുക, ഇനി നീ അത് ചെയ്യരുത്, ഭക്ഷണത്തിൽ നീ ഇനി മായം ചേർക്കരുത്. അതൊരു സന്ദേശം രോഗിക്കല്ല കൊടുക്കുന്നത്, എല്ലാവർക്കും കൂടിയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ വാഴ കൃഷി ചെയ്തു, വലിയ കുല കിട്ടാൻ വേണ്ടി, പെട്ടെന്ന് കുലയ്ക്കാൻ വേണ്ടി നമ്മൾ കെമിക്കൽ അല്ല മായം ചേർക്കുന്നു. കോഴി വളർത്തൽ, കോഴിയിൽ 35 ദിവസം കൊണ്ടൊക്കെയാണ് ഒരു കോഴി ഇറച്ചിക്ക് ആവശ്യമായ വളർച്ച പ്രാപിക്കുന്നത്. അപ്പോൾ എന്തുമാത്രം ഹോർമോണുകൾ അത് നമ്മുടെ ശരീരത്തെ ബാധിക്കുകയും നമ്മുടെ എല്ലുകളുടെ ബലം കുറയുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഒന്ന് മുട്ടുമ്പോഴേ നമ്മുടെ കൈകാലുകളൊക്കെ ഒടിഞ്ഞു പോകുന്നത്. അതിൻ്റെ കാരണം എന്താ? നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്ന മായമാണ് നമ്മളെ ശിക്ഷിക്കുന്നത്. അതാണ് ദൈവത്തിൻ്റെ സന്ദേശത്തിലൂടെ ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും മഴ പെയ്യിക്കുന്നുണ്ട്, സൂര്യനെ ഉദിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സമൂഹത്തിലൊരു പ്രകൃതി ദുരന്തം ഉണ്ടായാലും നമ്മുടെ സമൂഹത്തിൽ എല്ലാ മനുഷ്യർക്കും അത് ബാധകമാണ്. നന്മ ചെയ്യുന്നവരിൽ രോഗികളുണ്ടാകാം, തിന്മ ചെയ്യുന്നവരിൽ രോഗികളുണ്ടാകാം, നന്മ ചെയ്യുന്നവരിൽ സാമ്പത്തിക വളർച്ച ഉണ്ടാകാം, തിന്മ ചെയ്യുന്നവരിൽ അതിൽ കൂടുതലുണ്ടാകാം. അപ്പോൾ എല്ലാവരിലും ദൈവം ഒരുപോലെയാണ് തൻ്റെ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നത്. പക്ഷേ
അത് ഉപയോഗിക്കുകയും നേടുകയും ചെയ്യുന്ന രീതിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് നമ്മളെ രോഗിയാക്കുന്നതോ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതോ മരണത്തിലേക്ക് നയിക്കുന്നതോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ രോഗശാന്തി തേടി ദേവാലയങ്ങൾ തോറും പോവുകയും അതുപോലെ തന്നെ ധ്യാനഗുരുക്കന്മാരുടെ പുറകെ പോവുകയും ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമുക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, ഭൗതിക നേട്ടങ്ങൾ. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനെ അറിയുന്നില്ല, ക്രിസ്തുവിൻ്റെ സഭയെ അറിയുന്നില്ല. നമ്മളെ നയിക്കുന്ന ഇടയന്മാർക്കും ക്രിസ്തുവിനെ അറിയുന്നില്ല, അവർക്കും അറിയത്തില്ല. അവർക്കും സ്വന്തമായ നേട്ടങ്ങളും പേരും പെരുമയാണ് അവർ നോക്കുന്നത്. താൻ പ്രാർത്ഥിച്ചപ്പോൾ രോഗി സൗഖ്യപ്പെട്ടു. ഇന്ന് എനിക്കൊന്നൊരു സ്വയം തൊഴിൽ പോലെ ഇന്ന് ക്രൈസ്തവ സഭകളിൽ ധ്യാനം വ്യക്തികൾ ഈ അത്ഭുതങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം വരുമാനങ്ങളുണ്ടാകുന്നുണ്ട്. മനുഷ്യൻ്റെ കുറവുകളെ ചൂഷണം ചെയ്തുകൊണ്ട് സ്വയം തൊഴിൽ പോലെ, അതായത് ഇന്ദിരാഗാന്ധി 1980 ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ് സ്വയം തൊഴിൽ. അന്ന് 25,000 രൂപ വരെ ഒരു വ്യക്തിക്ക് യാതൊരു ഈടുമില്ലാതെ ലോണ് കിട്ടുമായിരുന്നു. അതിൽ നിന്ന് പണമെടുത്ത് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്ത് ഈ കടം വീട്ടുക. അപ്പോൾ ഈ ഒരു ഇന്ദിരാഗാന്ധിയുടെ ഈ ഒരു തൊഴിൽ നയമാണ് ഇന്ന് പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിൽ പുരോഹിതർ പിന്തുടരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏത് ഇടവക ദേവാലയത്തിൽ ചെന്നാലും കുർബാനയുടെയൊക്കെ തുക കൂട്ടി. അപ്പോൾ അത് സഭ നിശ്ചയിച്ച രീതിയിലൊന്നുമല്ല കുർബാന നടത്തപ്പെടുക. ഒരേ ദിവസം തന്നെ 10, 30, 50 പേരുടെ കുർബാന ഏറ്റെടുത്ത് വളരെ ഒരു ബിസിനസ്സാക്കി മാറ്റിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാന കാര്യം വിശ്വാസികളെന്ന് പറയാൻ പറ്റത്തില്ല, മനുഷ്യൻ്റെ ഈ ഭൗതിക നേട്ടങ്ങളിലോടുള്ള അവൻ്റെ ആർത്തിയാണ്, അവൻ്റെ നെട്ടോട്ടമാണ് ഇതിനെ ചൂഷണം ചെയ്യാൻ ചൂഷണത്തിന് മേൽ ഇരയായി പോകുന്നത്. ഇപ്പം ഇന്ന് വിശ്വാസത്തെക്കാളേറെ, സഹനത്തെക്കാളേറെ, രക്ഷയേക്കാളേറെ മനുഷ്യന് ഇങ്ങനെയുള്ള നേട്ടങ്ങളുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കുരിശിൻ ചുവട്ടിൽ ഇവരെ ആരെയും കാണത്തില്ല. ബൈബിൾ എടുത്ത് നോക്കിയാലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകളും, യേശുവിൻ്റെ പാദം കഴുകിയ, കണ്ണീരുകൊണ്ട് പാദം കഴുകിയ സ്ത്രീയും, അങ്ങനെ സമൂഹത്തിൽ നിന്നും മാറ്റപ്പെട്ടു പോയ സമൂഹം മോശമെന്ന് ചിത്രീകരിച്ച പലരുമാണ് അനുതപിച്ച് മാനസാന്തരപ്പെട്ട തങ്ങളുടെ ജീവിതം തിരുത്തി യേശുവിനെ അനുഗമിക്കുകയും അവൻ്റെ കുരിശിൻ ചുവട്ടിൽ അവസാന നിമിഷം വരെ നിൽക്കുകയും ചെയ്തത്. ഒറ്റ പ്രവർത്തകനെയും കണ്ടില്ല, അത്ഭുതം വഴി അനുഗ്രഹം ലഭിച്ചവനെയും കണ്ടില്ല. അപ്പം നമ്മളെന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ ആഴപ്പെടുവാനും, എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ബിസിനസ്സായിട്ട് ഈ ഒരു മേഖല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ സഭയെ ചൂഷണം ചെയ്ത് സഭയെ ബിസിനസ് മേഖലയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടും നമ്മുടെ ഈ ലോക വിജ്ഞാനത്തിൻ്റെ പുറകെയുള്ള ജീവിതം നയിക്കുന്നത് കൊണ്ടുമാണ്. ആകയാൽ പ്രിയമുള്ളവരെ, ഈ 8 നോയമ്പിൽ പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന് കുരിശിൻ ചുവട്ടിലെ അമ്മ യേശുവിനെ സ്വീകരിച്ച സമയം മുതൽ കുരിശിൻ ചുവട്ടിൽ വരെ അനുഭവിച്ചതായ ആ സഹനം, ഞാൻ മാതാവിൻ്റെ സഹനത്തെക്കുറിച്ച് ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, അതെത്ര പേര് കണ്ടു എന്നറിയത്തില്ല. അപ്പോൾ ആ അമ്മയുടെ സഹനം നമുക്ക് മാതൃകയാണ്. അമ്മയെല്ലാം ഹൃദയത്തിൽ സംഭരിച്ചുകൊണ്ട് പുത്രന് കൂടുതൽ ശക്തി പകരാൻ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മ തന്നെ സമർപ്പിച്ചതുപോലെ നമ്മുടെ ഓരോ നോമ്പും, നമ്മുടെ ഓരോ ദിവ്യബലികളും അനേകരുടെ ആത്മരക്ഷയ്ക്കായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.